നമസ്കാരം, എല്ലാവർക്കും സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാൻ സതൻ മനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്പായസമാണ്. അടപ്പായസം എന്ന് പറയുമ്പോൾ അടപ്രഥമൻ. ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ അടയാണ്. ചെറിയ അട എന്ന് പറയുമ്പോൾ നമ്മുടെ പാലട ഉണ്ടാക്കുന്ന അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ അട എടുക്കുക. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 1/2 മുതൽ 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഏകദേശം 100 ഗ്രാമോളം വരും അത്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അട വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നമുക്ക് അട വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 3 മുതൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അധികം വെന്ത് പോകരുത് കേട്ടോ. അട വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ശർക്കര പാനി ഒന്ന് തയ്യാറാക്കാം. ശർക്കര പാനി തയ്യാറാക്കിയിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/4 കിലോൻ്റെ അടുത്ത് ശർക്കര ഉണ്ടാവും. അപ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിനും നല്ല കളറായിരിക്കും. അപ്പോൾ വെളുത്ത നമ്മുടെ വെല്ലം ഉണ്ടല്ലോ, അതായത് ശർക്കര ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലത് കുറച്ച് ബ്രൗൺ കളറായിട്ടുള്ള വെള്ളം എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ അടയും സൈഡിൽ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അട വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോവാതെ നോക്കണം. നമ്മൾ അട തമ്മിൽ ഒട്ടാത്ത ഒരു പരുവത്തിൽ നമ്മൾ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു പരുവം വരെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ശർക്കര പാനിയും തയ്യാറായിട്ടുണ്ട്. ഇത് അരിച്ചിട്ട് നമ്മൾ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. അതിനകത്തുള്ള കല്ലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഉരുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉരുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അടയുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു പ്രൊസീജിയർ മുതൽ അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ അട ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോൻ്റെ അടുത്ത് 200 മുതൽ 250 ഗ്രാം വരെ നിങ്ങൾക്ക് ചേർക്കാം. ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ ശർക്കര, അതായത് വെല്ലം എടുത്തിട്ടുള്ളത്. ഇനി അട ഈ ശർക്കരയിൽ പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. രണ്ടും കൂടെ നന്നായിട്ട് ചേർന്നിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശർക്കര പാനി ഒന്ന് വരട്ടിയെടുക്കുക, അതായത് ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് നോക്കിക്കാൻ നമ്മുടെ അടയൊക്കെ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം വലിയൊരു സ്പൂണ് നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. ബാക്കി നെയ്യ് നമുക്ക് ലാസ്റ്റ് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കാം. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്നുകൂടി ഇത് കുറുക്കിയെടുക്കുക, അതായത് വരട്ടിയെടുക്കുക. അപ്പോൾ നെയ്യിൽ കിടന്ന് വരട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിരിക്കും പായസത്തിന്. അപ്പോൾ മറക്കാതെ ഈ സമയത്ത് നെയ്യ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 പാലും 2/2 പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ചേർത്തത് തേങ്ങയുടെ 2/2 പാലാണ്. ഏകദേശം 1.5 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയുടെ 2/2 പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. 2/2 പാൽ ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പായസം ഒരുപാട് ലൂസായി പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ ഏകദേശം 1/2 കപ്പ് 1/2 മുതൽ 3/4 കപ്പ് വരെ നമുക്ക് 1/2 പാൽ ചേർക്കാം. നല്ല കട്ടിയിൽ തന്നെ പാലെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള 1/2 പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 1/2 പാൽ ഒഴിച്ചിട്ട് പായസം നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊരുമാതിരി പിരിഞ്ഞ പോലെ കാണും. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ 1/2 പാൽ ഒഴിച്ചതിന് ശേഷം പായസം തിളക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ തേങ്ങയുടെ 1/4 പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നോക്കിക്കാൻ നല്ല
പായസം നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്ക പൊടിച്ചത് ചേർക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി പൊടിച്ചത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ വേറെയാണ് ചേർക്കുന്നതെങ്കിൽ ചുക്കുപൊടി 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു 4 മുതൽ 5 ഏലക്ക പൊടിച്ചത് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർക്കുക. ഇപ്പം ഞാൻ ഏകദേശം 2 സ്പൂണ് നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഞാൻ വറുത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.